നമസ്കാരം. തിരുവനന്തപുരത്ത് യുവതി വീട്ടിൽ ജന്മം നൽകി കുഞ്ഞു മരിച്ചു. കുഞ്ഞു മരിച്ചതിൽ ദുരൂഹതകൾ തുടരുകയാണ്. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ കൊലപാതകമാണെന്ന സംശയമാണ് ഉയരുന്നത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം. ഇന്ന് ഉച്ചയോടെയായിരുന്നു യുവതി കുഞ്ഞിന് ജന്മം നൽകിയത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രി അധികൃതരാണ് സംശയം തോന്നി വിവരം പോലീസിനെ അറിയിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാടാണ് സംഭവം നടന്നത്. പ്ലാവിള വീട്ടിൽ അൽത്താഫിന്റെ ഭാര്യ ഷംനയാണ് ഇന്ന് ഉച്ചയോടെ വീട്ടിൽ പ്രസവിച്ചത്. 21 വയസ്സുകാരിയായ ഷംന ഉച്ചയോടെ വീട്ടിൽ പ്രസവിച്ചു എന്ന് അറിഞ്ഞത് പുറത്തുവരുന്ന അൽത്താഫ് വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് വയറുവേദനയെ തുടർന്ന് ഷംന കിടക്കവെയാണ്. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞതോടെ അൽത്താഫ് ഓട്ടോറിക്ഷ വിളിക്കുന്നതിനായി പോയി. ഈ സമയത്ത് ഷംന കുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞ് മരിക്കുകയും ചെയ്തിരുന്നു. അൽത്താഫ് തിരികെ എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിൽ ഷംനയെയും കുഞ്ഞിനെയും കാണുകയായിരുന്നു. ഉടൻ തന്നെ ഭർത്താവ് ഷംനയും കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചു. സംശയം തോന്നിയ ആശുപത്രി അധികൃതർ വിവരം കാട്ടാക്കട പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ കഴുത്തിലും ശരീരത്തിലുമൊക്കെ മുറിവുകൾ കണ്ടെത്തി. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഷംന ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അൽത്താഫ് നൽകുന്ന വിചിത്രമായ മൊഴി. 9 മാസം ഗർഭിണിയായിരുന്നു ഷംന. കുഞ്ഞിൻ്റേത് കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കാട്ടാക്കട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത ലഭ്യമാവുകയുള്ളൂ. യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും വീട്ടിലെ പ്രസവങ്ങൾ കേരളത്തിൽ വീണ്ടും വർദ്ധിക്കുന്നുണ്ട്. സമാനമായ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തൃശ്ശൂരിലും കഴിഞ്ഞ മാസം വീട്ടിലെ പ്രസവത്തിൽ ഒരു മരണം സംഭവിച്ചിരുന്നു. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് കുഞ്ഞും ചികിത്സ നിഷേധിക്കപ്പെട്ട് ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി മുഹസിനെയും ഇതേ വീട്ടിൽ കഴിഞ്ഞ വർഷം വിഷബാധയേറ്റ് ഈ മുഹസിനയുടെ മകൾ 3 വയസ്സുകാരി മരണപ്പെട്ടിരുന്നു. കാട്ടാക്കടയിലെ സംഭവത്തിൽ അവർ ഗർഭിണിയാണ് എന്ന കാര്യം ഭർത്താവിന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാജ ചികിത്സകൾ നൽകിയിരുന്നു എന്നറിയില്ല. എന്തായാലും തൃശ്ശൂരിലെ സംഭവത്തിൽ മുഹസിന വ്യാജ അക്യുപങ്ചർ ചികിത്സ നടത്തി വരികയായിരുന്നു. അക്യുപങ്ചർ ചികിത്സ മാത്രമല്ല, ഗാർഹിക പീഡനം മൂലമുള്ള കൊലപാതകമാണെന്നും കേസ് ഒന്നായി അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. കേവലം ചികിത്സാ പിഴവല്ല, കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മുഹസിനയുടെ വീട്ടുകാർ ആരോപിച്ചത്. നവജാത ശിശു മരിച്ച കേസിൽ പ്രതികളായ മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിം, ഇയാളുടെ മാതാവ്, സഹോദരങ്ങൾ, 3-ാം പ്രതി ഇബ്രാഹിമിൻ്റെ സഹായിയായ റുബൈദ ഫൈസൽ, 4-ാം പ്രതി ജുനൈദ് എന്നിവരെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാലും കേരളം പോലെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയൊരു സംസ്ഥാനത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒന്ന്, കേരളം പോലൊരു സ്ഥലത്ത് ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്. ധാരാളം കുറ്റങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടെങ്കിലും മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ ആരോഗ്യ മേഖലയുള്ളത്. ആരോഗ്യ മേഖലയിലെ ആശുപത്രികളേക്കാൾ ഉപരിയായി ഇവിടെ നിരന്തരമായി വീടുകൾ കയറിയിറങ്ങിയ ആളുകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന, കുട്ടികളുടെ കാര്യങ്ങൾ തിരക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ധാരാളമായുള്ളൊരു നാടാണ്. ഈ നാട്ടിലാണിത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വീട്ടിലെ പ്രസവങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നു. എന്തായാലും കാട്ടാക്കടയുടെ സംഭവത്തിൽ കുഞ്ഞിനെ കൊന്നതാണോ എന്ന സംശയം ശക്തമാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. കാട്ടാക്കടയിലെ യുവതിയുടെ ബോധം വന്നതിന് ശേഷം കൂടുതൽ അന്വേഷണം മൊഴിയെടുത്തതിന് ശേഷം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്.